കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയിൽ കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി NH അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന മാധ്യമ പുരസ്കാരങ്ങളാണ് കൊച്ചിയിൽ വിതരണം ചെയ്തത്. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ പുതിയ ഉള്ളടക്കങ്ങൾ കൊണ്ട് നേരിടുന്നതാണ് മാധ്യമപ്രവർത്തനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ മാധ്യമപ്രവർത്തകൻ CL തോമസ് പറഞ്ഞു. നമ്മളൊരു പക്ഷേ ഒരു കാലത്ത് കോമാളിത്തരം എന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും മാധ്യമപ്രവർത്തനം അതാവാൻ ന്യായമൊന്നുമില്ല. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ പുതിയ കണ്ടന്റ് കൊണ്ട് എങ്ങനെ നേരിടണം എന്ന് കണ്ടെത്തുന്നിടത്താണ് മാധ്യമം ഈ രൂപത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാവാതെ മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ VS അനിൽകുമാർ NH അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അൻവറുമായിട്ട് ഇടപഴകാൻ കഴിയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അത് ചില്ലറ കഴിവൊന്നുമല്ല. ചേർത്ത് പിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. പുറത്തു പോ എന്ന് പറയാൻ വേറൊരു കഴിവാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈ കഴിവ് അൻവർ നിരന്തരമായി നിലനിർത്തുകയും കേരള വിഷൻ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. മലയാളത്തിലെ തത്സമയ വാർത്താ മാധ്യമരംഗത്ത് വിപ്ലവകരമായ കുതിപ്പുകൾ സാധ്യമാക്കിയ MV നികേഷ് കുമാറിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം നൽകി. ഏറ്റവും പ്രാദേശികമായ ഒരു സംരംഭമാണ് COA എന്ന മഹാപ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിട്ടുള്ളത്. NH അൻവറിനെ പോലുള്ള മഹാവിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ പടുത്തുയർത്തിയിട്ടുള്ള NH അൻവറിനോടൊപ്പം വേദിയിലും സദസ്സിലുള്ള നിരവധിയായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവരുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇനി കിതച്ച് നിൽക്കാനൊന്നുമില്ല. ഇനി സ്പ്രിൻ്റ് ഓടുന്നത് പോലെ ഓടിയാൽ ഈ രാജ്യത്തെ ഏത് കുത്തകയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയോടുകൂടി നമ്മുടെയൊക്കെ അഭിമാന സ്തംഭമായി നിലകൊള്ളാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു അഭിനന്ദന വാചകമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സാറ്റലൈറ്റ് ചാനലുകളുടെ വിഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ മികച്ച റിപ്പോർട്ടിന് 24 ന്യൂസ് ചാനലിലെ മുഹമ്മദ് റാഹീസ് അർഹനായി. റാഹീസിന്റെ അസാന്നിധ്യത്തിൽ 24 ന്യൂസ് പ്രതിനിധി പുരസ്കാരം ഏറ്റുവാങ്ങി. കേബിൾ TV വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ സുധാ സുരേന്ദ്രനാണ് അർഹയായത്. പ്രണയം തകർത്ത ജീവിതം എന്ന സ്റ്റോറിക്കാണ് പുരസ്കാരം. കേബിൾ TV വിഭാഗത്തിലെ മികച്ച ക്യാമറ പേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദൃശ്യ TVയിലെ നെൽസൺ മാന്തുരുത്തിയാണ്. വയനാട് വിഷൻ ചാനലിലെ സഞ്ജയ് ശങ്കരനാരായണൻ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ കേരള ഇൻഫോമീഡിയ CEO NE ഹരികുമാർ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രസ്റ്റ് സെക്രട്ടറി വിജയകൃഷ്ണൻ K ട്രസ്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD K ഗോവിന്ദൻ, അൻവർ ട്രസ്റ്റ് ട്രഷറർ KV രാജൻ എന്നിവർ സംസാരിച്ചു.